എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതാത് കോളേജുകളിൽ വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2022 പ്രവേശനം നേടുകയും 2025 ഡിഗ്രി പഠനം വിജയകരമായി കംപ്ലീറ്റ് ആക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും അത് ഫൈനൽ മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതാത് കോളേജുകളിലേക്ക് മെയ് മാസം 30 എന്ത് ചെയ്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അയക്കുമെന്ന് പരീക്ഷാ കൺട്രോളറുടെ ഉത്തരവുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു വിദ്യാർത്ഥികൾ എന്ത് ചെയ്താൽ മതി, ഇത് തിങ്കളാഴ്ച മുതൽ നോക്കിയാൽ മതി, കാരണം അയക്കുമ്പോൾ തന്നെ അത് എത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ മിക്ക കോളേജുകളിലും എത്തിയിട്ടുണ്ടാവും. കാരണം 30-ാം തീയതി അയക്കുമെന്നായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചത്. 30-ാം തീയതി അയക്കുകയും ചെയ്തു. അപ്പം 31 ജൂൺ 1, 2 ഇപ്പം 3 ദിവസമായിട്ടുണ്ട്. ഇനിയിപ്പം എന്തായാലും അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ കോളേജുകളിൽ എത്തിയിട്ടുണ്ടാകും. പ്രിയ വിദ്യാർത്ഥികൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെടുക. കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കോളേജിൽ വന്നോ എന്ന് തിരക്കുക. ചിലപ്പോൾ കോളേജുകാർ എന്ത് ചെയ്യില്ല, നിങ്ങളെ അറിയിച്ചു എന്ന് വരില്ല. അവർ ചിലപ്പോൾ വിവിധ തിരക്കുകൾ കാരണം, ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ്റെ തിരക്കുകളിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കോളേജിൽ നിന്നും ചിലപ്പോൾ നിങ്ങളെ അറിയിച്ചു എന്ന് വരില്ല. കാരണം അവർ ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജുമായിട്ട് ബന്ധപ്പെടുക. കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും വന്നോ എന്ന് ഉറപ്പ് വരുത്തുക. അത് വന്നെങ്കിൽ ഉടൻ തന്നെ കോളേജിൽ നിന്ന് കൈപ്പറ്റുക. ഇത് നമ്മൾ പ്രധാനമായും കൈപ്പറ്റാൻ ഇങ്ങനെ നിരന്തരമായി വീഡിയോ ഇടുന്ന വിദ്യാർത്ഥികൾക്ക് ശല്യം ഉണ്ടാകാനല്ല. കാരണം വിദ്യാർത്ഥികളെ ശല്യപ്പെടുത്താനോ വിദ്യാർത്ഥികൾക്ക് ശല്യം ഉണ്ടാകാനോ വീഡിയോ ചെയ്യുന്നതല്ല. കാരണം ഈ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും നിശ്ചിത സമയത്തിനകം കോളേജിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, കോളേജുകാർ ഇതെന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ തിരിച്ചയക്കും. അപ്പോൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഇത് വിദ്യാർത്ഥികളെ ചിലപ്പോൾ അറിയിക്കില്ല കോളേജ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജുമായിട്ട് ബന്ധപ്പെടുകയും വന്നു എന്ന് ഉറപ്പുവരുത്തി വാങ്ങുകയും ചെയ്യണം. അപ്പോൾ കോളേജുകാർ ഇതെന്ത് ചെയ്യും, നിശ്ചിത സമയത്തിനകം വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എല്ലാം കൂടെ കൂട്ടി എന്ത് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യും, ഈ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് രണ്ടും കിട്ടണമെങ്കിൽ, കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പിന്നെ കോളേജിൽ പോയാൽ പറ്റില്ല. പിന്നെ നേരെ എന്ത് ചെയ്യണം, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ പോകണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാ ഭവനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൈപ്പറ്റണം. അതുകൊണ്ടാണ് പ്രിയ വിദ്യാർത്ഥികളോട് പറയുന്നത്, എനിക്കറിയാം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വിവിധ തിരക്കുകളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തായാലും ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം എന്തായാലും ഇത്രയായി. എന്തായാലും നിങ്ങൾ ഇത്രയും ചെയ്തു വെച്ചു. എന്തായാലും നിങ്ങൾ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പ്രത്യേക ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു പരിപാടി തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തീർക്കണ്ടേ എന്ന് പറഞ്ഞ പോലെയാണിത്. എന്ത് ചെയ്യരുത്, എത്ര തിരക്കുകളിലാണെങ്കിലും എങ്ങനെയും വന്ന് വാങ്ങാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.